ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയൊക്കെ കൂടെ കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് കോഴിമുട്ട പുഴുങ്ങിയതാണ്. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് എടുത്തോളൂ. എന്നിട്ട് 3 പീസാക്കിയിട്ടോ 4 പീസാക്കിയിട്ടോ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടായി കിടക്കുന്ന പാനിലോട്ടേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. 1/4 ടീസ്പൂണ് വറ്റൽമുളക്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് വെള്ള എള്ള് അതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം 1/4 ടീസ്പൂണ് കാശ്മീരിൻ്റെ മുളകും പൊടിയും കൂടെ അങ്ങനെ ചേർത്തിട്ട് ശരിക്കും ആ ഒരു കുത്തുന്ന മണം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോഴിമുട്ട ഒന്ന് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഹൈ ആക്കി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറി കിട്ടും. അപ്പോൾ ഇതിലോട്ടേക്ക് ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണ ആണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൊമാറ്റോ സോസോ കെച്ചപ്പോ എന്തെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുക്കണം, കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, പിന്നീട് ഞാനൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ മുകളിലോട്ടേക്ക് മല്ലിയിലേ പിന്നെ റോസ്മേരിൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ തൂവി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ അന്നേരം ഒരു പ്ലെയിൻ റൈസ് ബിരിയാണി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ചിക്കനൊന്നും ഇല്ലാതെ, അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് എളുപ്പത്തിലാണല്ലേ ഇത് കഴിഞ്ഞത്. അപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ.